ചലച്ചിത്ര താരം കവിയൂർ പുന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, അമ്മവേഷങ്ങൾ അഭ്രപാളിയിൽ അതിമനോഹരമാക്കിയ ചലച്ചിത്ര താരമായിരുന്നു. എങ്ങനെ ഓർക്കുന്നു ആ കലാകാരിയെ? കാളിദാസ് അഭ്രപാളിയിൽ വിസ്മയം തീർത്ത അമ്മവേഷങ്ങളുടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു കെടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്ന ശുക്രനക്ഷത്രം എന്ന് തന്നെ നമുക്ക് കവിയൂർ പൊന്നമ്മയെ വിശേഷിപ്പിക്കാം. അല്പസമയം മുമ്പാണ് കവിയൂർ പൊന്നമ്മ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറങ്ങിയിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില മോശമായത്. അല്പസമയം മുമ്പ് കവിയൂർ പൊന്നമ്മയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഏകദേശം 400-ലധികം സിനിമകളിൽ വേഷമിട്ട 14-ാം വയസ്സിൽ മലയാള സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച കവിയൂർ പൊന്നമ്മയെ അറിയാത്ത ഓർക്കാത്ത ഒരു മലയാള ചലച്ചിത്ര പ്രേമി പോലും ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും നഗ്നമായ ഒരു വസ്തുത. അത്രയേറെ വേഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കാൻ കഴിയുന്ന ഒട്ടനവധി വേഷങ്ങൾ അനശ്വരമാക്കിയ അനുഗ്രഹീത കലാകാരിയാണ് കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറങ്ങിയിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ ഒട്ടുമിക്ക സുപ്രസിദ്ധ നടന്മാർക്കൊപ്പം, പ്രേം നസീർ മുതൽ ഇങ്ങോട്ട് ഒട്ടുമിക്ക നടന്മാർക്കൊപ്പവും വേഷം അവതരിപ്പിച്ച് മലയാള സിനിമയിൽ തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിലാണ് സിനിമാ രംഗത്തേക്ക്, വെള്ളിത്തിരയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അമൂല്യ വ്യക്തിത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വത്തെയാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിലൂടെ ഇപ്പോൾ മലയാള സിനിമാ ലോകത്തിന് തന്നെ നഷ്ടമായിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും നിതിൻ, 1000-ലധികം സിനിമകളിൽ അഭിനയിച്ച നടിയാണ്, ചലച്ചിത്ര താരമാണ്. അമ്മവേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു കലാകാരി കൂടിയാണ്. ഏറെ നാളായി ആരോഗ്യനില വഷളായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ നിതിൻ? കാളിദാസ്, കവിയൂർ പൊന്നമ്മ ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഏക മകൾ അമേരിക്കയിൽ നിന്നും അമ്മയെ കാണാൻ കൊച്ചിയിലെത്തി. അവർ കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയത്. അപ്പോൾ ആരോഗ്യനില ഏറെ പുരോഗതി ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സിനിമാ ലോകം ഒന്നടങ്കമുള്ള പ്രാർത്ഥനയിലായിരുന്നു കവിയൂർ പൊന്നമ്മ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരണമേന്ന്. ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് മകൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് മടങ്ങിയത്. ഇന്ന് രാവിലെ വീണ്ടും കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വീണ്ടും വഷളാവുകയായിരുന്നു. ഇന്ന് രാവിലെയോട് കൂടിയാണ് ആരോഗ്യനില വഷളാവുകയും അല്പസമയം മുമ്പ് കവിയൂർ പൊന്നമ്മയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കാളിദാസ്, ഇതിന് അതേപോലെ തന്നെ 4 തവണ മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ച നടിയാണ്. എത്രയോ നാളായി മുൻനിര നായിക പദത്തിലേക്ക് വരാനൊന്നും സാധിക്കാതെ, അല്ലെങ്കിൽ ഒരു മുൻനിര താരം എന്നുള്ള നിലയ്ക്ക് അഭ്രപാളിയിൽ എത്താൻ സാധിക്കാതെ ഒരു സഹനടി ആയിപ്പോയി എന്നുള്ളൊരു, അല്ലെങ്കിൽ സഹനടിയിലേക്ക് ഒതുങ്ങിപ്പോയി എന്നതും കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം കഴിവിനെ സംബന്ധിച്ച് എത്രയോ മികച്ച വേഷങ്ങൾ മനോഹരമാക്കിയ നടി കൂടിയാണ്. തീർച്ചയായും കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയുമ്പോൾ തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന, ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കാൻ കഴിയുന്ന ഒട്ടനവധി അനശ്വരമായ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മടങ്ങുന്നത് എന്നതിൽ തർക്കമില്ല. പക്ഷേ കവിയൂർ പൊന്നമ്മയ്ക്ക് അർഹതപ്പെട്ട പല വേഷങ്ങളും ലഭിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു സംശയമാണ്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം. അമ്മ വേഷങ്ങൾ ഇത്രത്തോളം അനശ്വരമാക്കിയ ഒരു നടി മലയാള സിനിമയുടെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം അമ്മ വേഷങ്ങൾ അത്രയേറെ അനശ്വരമാക്കിയ, എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങളിലൂടെ, അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിനകത്ത് ചിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വമാണ് കവിയൂർ പൊന്നമ്മ. ആ വ്യക്തിത്വത്തെയാണ് മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്ത നഷ്ടമാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിയൂർ പൊന്നമ്മ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്കും വെള്ളിത്തിരയിലേക്കും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിനിമാ ലോകം ഒന്നടങ്കമുള്ളത്. എന്നാൽ ആ പ്രതീക്ഷകളെയും പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ടാണ് അല്പസമയം മുമ്പ് കവിയൂർ പൊന്നമ്മ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറങ്ങിയിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് എറണാകുളം ലിസി ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലാണ് എന്ന വിവരം അറിഞ്ഞ സിനിമാ രംഗത്തെ ഒട്ടനവധി പ്രമുഖർ കവിയൂർ പൊന്നമ്മയെ കാണാനായി എത്തിയിരുന്നു. അവരുടെ ആരോഗ്യ വിവരങ്ങൾ തിരക്കാനായി എത്തിയിരുന്നു.
എല്ലാവരുടെയും പ്രതീക്ഷ കവിയൂർ പൊന്നമ്മ പൂർണ്ണ ആരോഗ്യവതിയായി മലയാള സിനിമാ രംഗത്തേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെ, പ്രാർത്ഥനകളെ എല്ലാം വിഫലമാക്കിക്കൊണ്ട് കവിയൂർ പൊന്നമ്മ അല്പസമയം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് കാളിദാസ്. നിതിൻ, നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തിയത്. മലയാള സിനിമയിൽ നാടകത്തിൽ തുടങ്ങി സിനിമയിലേക്ക് എത്തിയ നിരവധി നടീനടന്മാരുണ്ട്. ഇന്ന് അവരിൽ പലരും നമ്മളോടൊപ്പമില്ല. തിലകൻ ആയിക്കോട്ടെ, മഹാനടനായ തിലകൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജൻ പി ദേവ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഈ ഒരു അനുഭവ സമ്പത്തുള്ള ഈ ഒരു നടീനടന്മാരുടെ പട്ടികയിൽ ഏറ്റവും അവസാനത്തേതായി ഇപ്പോൾ കവിയൂർ പൊന്നമ്മയും കൂടി നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. തീർച്ചയായും നാടക രംഗത്ത് കൂടിയാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി അഭിനയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. 14 വയസ്സിൽ അവർ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നു. ചലച്ചിത്ര രംഗത്തും തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അത്തരത്തിൽ തനിക്ക് ലഭിച്ച വേഷങ്ങളെല്ലാം അവർ തകർത്താടുകയായിരുന്നു. അഭ്രപാളിയിൽ അവർ അഭിനയിക്കുകയായിരുന്നില്ല, അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രയേറെ തനിക്ക് ലഭ്യമായ വേഷങ്ങളിലെല്ലാം ആ വേഷ പകർച്ചകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിന്റെ അകത്ത് ഒരു സ്ഥിരം സ്വീകാര്യത നേടിയ, മലയാളികളെ കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും എല്ലാമാണ് കവിയൂർ പൊന്നമ്മ കടന്നു പോകുന്നത്. അത്രയേറെ തനിക്ക് ലഭിച്ച വേഷങ്ങളെ അനശ്വരമാക്കാൻ ആ അനുഗ്രഹീത കലാകാരിക്ക് കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് കവിയൂർ പൊന്നമ്മയുടെ വിയോഗം. മലയാള സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, തന്റേതായ അഭിനയ ശൈലി കൊണ്ട്, സംഭാഷണ ശൈലി കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം കയ്യിലെടുത്ത, മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിനകത്ത് ഒരു ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വമാണ് കവിയൂർ പൊന്നമ്മ. നാടക രംഗത്ത് നിന്നും എത്തി സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്തടക്കം കവിയൂർ